ബിഗ് ബോസ് സീസൺ 7 ഇപ്രാവശ്യം പൊട്ടിപ്പൂരമാവുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഗൈസ്. കാരണം നമ്മൾക്ക് അത്രമാത്രം എനർജറ്റിക് ആയ ആൾക്കാരാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഇതാണ്ട് അടുത്ത ലിസ്റ്റ് വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം രേണു സുധി. ചേട്ടാ ഞാൻ വന്നു എന്നുള്ള ഒരു ഒറ്റ ഡയലോഗും ഉണ്ട് മലയാളക്കരയിൽ. രേണു സുധി ഇതാണ്ട് വീണ്ടും ബിഗ് ബോസ് സീസൺ 7 ഒരു വലിയൊരു പോരാളി ആയിരിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടൻറ് മേക്കിംഗ് ഷോയാണ്. അവിടെ ചെന്ന് അവിടെ ഫുൾ ആക്റ്റീവാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബിഗ് ബോസിന് മുമ്പ് രേണു സുധി എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാവുന്നതാണ്. രേണു സുധീൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ ഈ അടുത്താണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചില കാര്യങ്ങളിലൊക്കെ രേണു സുധിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അതൊക്കെ എന്തേലും ആയിക്കോട്ടെ, അതൊന്നും ഇവിടെ മാറ്ററല്ല. പക്ഷേ ഈ സീസണിൽ രേണു സുധി വന്നപ്പോൾ ഒരു ഗ്രേസ് അത് ഭയങ്കരമാണ്. ലാലേട്ടനോട് അവർ സംസാരിക്കുന്ന ആ റെസ്പെക്റ്റും ലാലേട്ടൻ ചോദിക്കണം എന്താ മോളെ ഫുള്ള് വൈറലാണല്ലോ, എല്ലായിടത്തും രേണുസുധി തന്നെ ഉള്ളല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേണുസുധീൻ്റെ റിയാക്ഷനും ഒക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഷേമിങ്ങിൻ്റെയൊക്കെ അങ്ങേയറ്റം കേട്ടൊരു താരമാണ് ഒരു പക്ഷേ രേണുസുധി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല ആളുകളുടെയും സൗന്ദര്യ കാഴ്ചപ്പാടുകളൊക്കെ പല രീതിയിലായിരിക്കും. അപ്പോൾ ആ തരത്തിലൊക്കെ ഒരുപാട് അറ്റാക്കുകൾ നേരിട്ട രേണുസുധിയുടെ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗ്ലാമർ ആയിട്ടുള്ളൊരു എൻട്രിയാണ് ബിഗ് ബോസിൽ എന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾക്ക് ഈ കാണുന്ന ഫോട്ടോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്രമാത്രം ചാമുണ്ട്, അത്രമാത്രം ഗ്രേസ് ഉണ്ട് രേണുസുധിക്ക്. അതുപോലെ തന്നെ വരുന്ന എല്ലാ ആളുകളോടും അവർ പെരുമാറുന്നൊരു രീതിയുണ്ട്. രേണുസുധി വരുമ്പോൾ തന്നെ എല്ലാ ആളുകളും വന്ന് രേണുസുധിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. ശാരീരികമാണെന്നുണ്ടെങ്കിലും അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ അവർ തമ്മിൽ ചെറിയ വാക്പോരകളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കൂടി പക്ഷേ രേണുസുധി ഞാൻ ഉറപ്പ് തരാം, രേണുസുധി എന്തായാലും 50 ദിവസം മിനിമം ഈ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം അത്രമാത്രം ജീവിതത്തിൽ പടപൊരുതി വന്നൊരു ആൾ തന്നെയാണ് രേണുസുധി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ലാലേട്ടൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രേണുസുധിനെ പറ്റി പറയുമ്പോഴും അവരുടെ ആ ഒരു പെരുമാറ്റ രീതികളും മറ്റുള്ളവർക്ക് അവരോടുള്ളൊരു സ്നേഹവും എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് അറിയുന്ന 2-3 വ്യക്തികളിലൊന്ന് അനുമോള്, അതുപോലെ തന്നെ നിലവിലെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രേണുസുധി ആയിരിക്കും. ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കണ്ടറിയാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഈ ചാനൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം ആര് ജയിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവും നമുക്ക് ഇപ്രാവശ്യം ഉണ്ടാകാൻ ചാൻസസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 25 ദിവസമെങ്കിലും പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല.